ദുരൂഹ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ കാണാതായ കേസിൽ സംശയനിഴലിലുള്ള പള്ളിപ്പുറം ചെങ്ങുംതറ CM സെബാസ്റ്റ്യൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ വാച്ചിന്റെ ഡയലും 2 ചെരുപ്പുകളും കണ്ടെത്തി. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് ചേർത്തല ശാസ്താംകവല സ്വദേശി റോസമ്മയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിന്റെ ഷെഡിലും പരിശോധന നടത്തി. റോസമ്മയെ ചേർത്തല പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ പോലീസിന് ഇതുവരെ നിർണായകമായ ട്വിസ്റ്റ് കേസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നവരെല്ലാം ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. റോസമ്മയും കേസുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് നിഗമനം. സെബാസ്റ്റ്യനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ റോസമ്മയ്ക്കുണ്ട്. പക്ഷേ ഒന്നും പോലീസിനോട് പറയുന്നില്ല. കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലത്തെ പരിശോധന. ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലായിൽ ജെയിനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ അസ്ഥികഷ്ണങ്ങളും വീട്ടിനുള്ളിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു. കാണാതായ ഐഷയുടെ സുഹൃത്തും അയൽവാസിയുമാണ് റോസമ്മ. ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തിയത് റോസമ്മയാണ്. ഇതൊന്നും ഇപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. റോസമ്മയ്ക്കെതിരെ ഐഷയുടെ ബന്ധുക്കളും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസാണ് ഇന്നലെ റോസമ്മയുടെ മൊഴിയെടുത്തത്. ഇവരെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ സഹകരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. എന്നാൽ പലതും പരസ്പര വിരുദ്ധമാണ്. കേസുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നോ എന്നറിയാനായി അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ ഭാര്യയെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. 2ാം തവണയാണ് ഇവരെ ചോദ്യം ചെയ്തത്. തനിക്കൊന്നും അറിയില്ലെന്ന മറുപടിയാണ് അവർ നൽകിയതെന്നറിയുന്നു. ഏറ്റുമാനൂരിലാണ് സെബാസ്റ്റ്യന്റെ ഭാര്യ സുബി താമസിക്കുന്നത്. സെബാസ്റ്റ്യൻ 17ാം വയസ്സിൽ ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി വധിക്കാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം കിട്ടി. കുടുംബ ഓഹരി വീതം വച്ചതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ കുടുംബവും പിതൃ സഹോദരന്റെ കുടുംബവുമായി തർക്കമുണ്ടായിരുന്നു. ഇതിലുള്ള വിരോധത്തിലാണ് സെബാസ്റ്റ്യൻ പിതൃ സഹോദരന്റെ വീട്ടിലെത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്. ഭക്ഷണം കഴിച്ച 3 പേർ അവശനിലയിൽ ആശുപത്രിയിലായിരുന്നു. സെബാസ്റ്റ്യന്റെ അയൽവാസിയായ TR ഹരിദാസ് പറഞ്ഞു. അന്ന് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിയൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ ഒരു ബന്ധു കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിഷയം കോടതിയിൽ എത്തിയെങ്കിലും ബിന്ദു ഹാജരായില്ല. തുടർന്ന് ഈ സ്ഥലത്തിന്റെ അവകാശം പള്ളിപ്പുറം സ്വദേശിക്ക് നൽകി കോടതി വിധിച്ചു. വ്യാജമുക്തിയാർ കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു. ഐഷ തിരോധാന കേസിലാണ് ചേർത്തല നെടുമ്പക്രാട്ടെ വീട്ടിലെത്തി റോസമ്മയെ ചോദ്യം ചെയ്തത്. റോസമ്മയുടെ കോഴിഫാമിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. ഐഷയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയില്ലെന്നും ഐഷയും സെബാസ്റ്റ്യനും വീട്ടിൽ വന്നിരുന്നുവെന്നും റോസമ്മ പ്രതികരിച്ചു. സെബാസ്റ്റ്യന് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഉള്ളത്. അതേസമയം ഇയാളുടെ വീട്ടുപരിസരവുമെല്ലാം കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. മീൻകുളമൊക്കെ വറ്റിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് സെബാസ്റ്റ്യന്റെ ജീവിതവും ആ വീടുമെല്ലാം.